4 മണി ഞങ്ങൾ വേളാങ്കണ്ണി വഴി പോണ്ടിച്ചേരിക്കൊരു യാത്ര. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ 4 മണിയായപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. ജെറോംകുട്ടനും മാളുക്കുട്ടിയൊക്കെ ഫുൾ പവറാണ്. അലറടിച്ച ഉടനെ തന്നെ അവർ എഴുന്നേറ്റു. എല്ലാവരും പോകാനുള്ള പാക്കിങ്ങിലാണ്. ഞാൻ ഓരോരോ ഐറ്റംസുകൾ കയറ്റി. കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഗ്രീഷ്മ മാളുക്കുട്ടീനെ ചുന്തിരിക്കുട്ടിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഗ്രീഷ്മയും ചുന്തിരിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞു. ബാഗും ബാഗേജെല്ലാം വണ്ടിയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അപ്പോൾ എല്ലാ ഐറ്റംസുകളും വണ്ടിയിൽ കയറ്റി വെച്ച് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത്. കാരണം ഞങ്ങളൊരു 4 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വേളാങ്കണ്ണി വഴി പോണ്ടിച്ചേരി ഒരു 4 ദിവസം നിന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. യാത്ര കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും യാത്ര പുറപ്പെട്ടു. യാത്ര അടിപൊളിയാണ്. എല്ലാവരും നല്ല എനർജറ്റിക്കായിട്ട് നീക്കിൻ്റെ യാത്രാ ക്ഷീണമൊന്നും അങ്ങനെ ആർക്കും ഇല്ല. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. യാത്രയിൽ ഭയങ്കര സമയം നല്ല രീതിക്ക് പോകാനായിട്ട് ജെറോമും മാളുട്ടിയും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. കാറിലിരുന്ന് തുള്ളി അതായത് നമുക്ക് ലോങ് ഡ്രൈവാണ്. അപ്പോൾ ക്ഷീണം വരും. ഇടയ്ക്ക് ഉറങ്ങി പോകാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇവർ വണ്ടിയിലുള്ളിടത്തോളം ഒരാളും ഉറങ്ങില്ല, അത് ഗ്യാരണ്ടിയാണ്. ട്രിച്ചി റൂട്ടിലേക്ക് കയറി ഉടനെ വണ്ടി ഒതുക്കി. കാരണം ഒന്ന് ഫ്രഷപ്പ് ആവാനായിട്ട്. മാളുട്ടി മൂത്രം ഒഴിച്ചു, സ്നാഗി എല്ലാം മാറ്റി ഞങ്ങളെല്ലാവരും ഒന്ന് ഇറങ്ങി നടന്നൊന്ന് ഫ്രഷപ്പ് ആയി. കാരണം കുറച്ച് നേരം അധികം വണ്ടിയിലിരുന്നതല്ലേ. അങ്ങനെ ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനാണ്. ട്രിച്ചി റൂട്ടിൽ നിന്ന് തഞ്ചാവൂർ റൂട്ടിലേക്ക് കയറുമ്പോഴുള്ള ഒരു ശരവണ ഭവനിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയത്. തെറ്റില്ലാത്ത ഭക്ഷണമാണ്, നല്ല ബാത്റൂമും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് രാവിലെ നേരത്തെ ഇറങ്ങിയതല്ല. അപ്പോൾ ഒന്ന് ഫ്രഷപ്പായി എല്ലാവരും വീണ്ടും ഒന്ന് എനർജറ്റിക്കായി. മാളൂട്ടിക്ക് ഒരു ബുക്കൊക്കെ മേടിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്രയിൽ വീണ്ടും ഒന്ന് വണ്ടി ഒതുക്കി. കാരണം കുറേ നേരം വണ്ടിയിലിരുന്നപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് നാരങ്ങ സോഡയൊക്കെ അടിക്കുക എന്നുള്ളൊരു ലൈനാണ്. അപ്പോൾ ഞങ്ങൾ സോഡയും നാരങ്ങ എല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു സ്ഥലം നോക്കി വണ്ടി നിർത്തി ഞങ്ങൾ മാറ്റെല്ലാം വിരിച്ച് അവിടെ ഇരുന്ന് നാരങ്ങ സോഡ ഞങ്ങൾ തന്നെ എല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. യാത്ര പോകുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് റോഡ് സൈഡിൽ നല്ലൊരു സ്ഥലം നോക്കി ഇരിക്കുമ്പോൾ അത് നല്ലൊരു വൈബാണ്. അങ്ങനെ ഞങ്ങൾ നാരങ്ങ സോഡ, കയ്യിലുണ്ടായിരുന്ന പഴം, ആപ്പിൾ ഒക്കെ കഴിച്ച് അങ്ങനെ ഫ്രഷപ്പ് ആവാണ്. അപ്പോൾ ഒന്ന് തണ്ടൽ നിവർത്തി, കാലൊക്കെ നിവർത്തി, അങ്ങനെ ഒന്ന് ഉഷാറായി. അപ്പോൾ മൊത്തത്തിൽ യാത്രയുടെ ആ ഒരു ക്ഷീണം അങ്ങോട്ട് മാറിക്കിട്ടും. ഇനി ഇവിടുന്ന് വേളാങ്കണ്ണിക്ക് കുറച്ചും കൂടി ദൂരമുണ്ട്. അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷപ്പായിട്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. വഴിമധ്യേ വീണ്ടും ഒന്ന് ഡീസൽ ടോപ്പപ്പ് ചെയ്യാനായിട്ട് പമ്പിൽ കയറി. അങ്ങനെ ഞങ്ങളുടെ യാത്രയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വേളാങ്കണ്ണി പള്ളി. ഞങ്ങളൊരു 3 മണിയോട് കൂടിയിട്ട് അവിടെ എത്തി. ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തായി, കുട്ടികളെയും കൊണ്ട് സമാധാനത്തിൽ പള്ളിയിലത്തെ എല്ലാ കാര്യങ്ങളും കാണാനും പ്രാർത്ഥിക്കാനും തുടർന്ന് പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നടന്ന് കാണാനായിട്ടുള്ളൊരു സൗകര്യം കിട്ടി. കാരണം വലിയ തിരക്കുണ്ടായിരുന്നില്ല. നല്ല വെയിലാണ് അവിടെ. അപ്പോൾ അങ്ങനെ പള്ളിയുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് സമാധാനത്തിൽ പ്രാർത്ഥിക്കാനും പള്ളിയിലെ എല്ലാ പുതിയ കുറേ കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കാണാനൊക്കെയുള്ളൊരു സൗകര്യം ഞങ്ങൾ തിരഞ്ഞെടുത്ത ദിവസം 15-ാം തീയതി ആയതുകൊണ്ട് ഞങ്ങൾക്കത് സാധിച്ചു. രാത്രി തൊട്ട് നല്ല തിരക്ക് വന്നു തുടങ്ങിയിട്ടാണ്. ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെടാൻ കണ്ട് അത്യാവശ്യം നല്ല തിരക്കായി. അങ്ങനെ വേളാങ്കണ്ണി പള്ളിയിൽ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ അവിടെ പുതിയൊരു ഗ്രോട്ടോയുടെ ഒരു ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ തമിഴ് കുർബാനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കുർബാനയ്ക്ക് നിന്നില്ല. കാരണം കുർബാനയ്ക്ക് നിന്നാൽ ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് എത്താനായിട്ട് വൈകി പോകും. അങ്ങനെ വേളാങ്കണ്ണിയിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു.